ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ വെൽഡഡ് ജോയിൻസിൽ നെക്സ്റ്റ് പ്രോബ്ലം അൺസിമെട്രിക്കൽ വെൽഡ്സ് സബ്ജക്റ്റഡ് ടു ആക്സിയൽ ലോഡ്സ്. ഇവിടെ അൺസിമെട്രിക്കൽ വെൽഡ് എന്നത് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ മുമ്പ് ചെയ്ത കേസിനകത്തൊക്കെ ലാപ്പ് ജോയിൻറ്റ് പാരലൽ ഫില്ലറ്റ് വെൽഡിനകത്ത് രണ്ട് സൈഡിലും വെൽഡ് ലെങ്ത് ഈക്വൽ ആയിരുന്നു. ഇവിടെ അൺഈക്വൽ വെൽഡ് ലെങ്ത് ആണ്. പാരലൽ ഡബിൾ പാരലൽ ഫില്ലറ്റ് വെൽഡിൽ ഈ ലെങ്ത് L1 ഈ ലെങ്ത് L2 ആയിരിക്കും. അതിനാണ് അൺസിമെട്രിക്കൽ വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇതാണ് വിഡ്ത്ത് ഓഫ് പ്ലേറ്റ്, ബി എന്ന് പറയുന്ന വിഡ്ത്ത് ഓഫ് പ്ലേറ്റ്. ഇതിൽ നമ്മളെ ലോഡ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഈ പ്ലേറ്റിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ ആയിരിക്കും ലോഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിലായിരിക്കും നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നത്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് എഡ്ജിലേക്ക്, പ്ലേറ്റിൻ്റെ എഡ്ജിലേക്കുള്ള ഡിസ്റ്റൻസ്, പ്ലേറ്റിൻ്റെ എഡ്ജ് ഇവിടെ വരുന്നത്, ഈ പോർഷൻ എന്ന് പറയുന്നത് ഇത് വെൽഡ് ചെയ്തേക്കണം, ഇത് എഡ്ജിലേക്കുള്ള ഡിസ്റ്റൻസ് E1 ആൻഡ് ഈ ഡിസ്റ്റൻസ് E2. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് എഡ്ജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് E1 E2 എന്ന് പറയുന്നത്. അതുപോലെ P എന്ന് പറയുന്ന ടെൻസൈൽ ലോഡ്, B എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വെൽഡ്. അപ്പോൾ രണ്ട് വെൽഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ഇതാണ് ഫസ്റ്റ് വെൽഡ്, ഇത് സെക്കൻഡ് വെൽഡ്. ഈ രണ്ട് വെൽഡിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് B എന്ന് പറയുന്നത്. അതുപോലെ L1 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് വെൽഡ് അറ്റ് ടോപ്പിലെ വെൽഡ് ലെങ്ത്. L2 എന്ന് പറയുന്നത് ബോട്ടത്തിലെ വെൽഡ് ലെങ്ത്. L എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്, ടോട്ടൽ വെൽഡ് ലെങ്ത് എന്ന് പറയുന്നത് L1 + L2. അതുപോലെ E1 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ടോപ്പ് വെൽഡ് ഫ്രം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ ടോപ്പ് വെൽഡിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് E1 എന്ന് പറയുന്നത്. E1 എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ നിന്നോട്ടാണ്, ഇവിടെ നിന്നോട്ട് ഇത്രയും വരെയാണ് E1 എന്ന് പറയുന്നത്. E2 എന്ന് പറയുന്നത് ബോട്ടം വെൽഡിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ്. സിഗ്മ എന്ന് പറയുന്നത് നോർമൽ സ്ട്രെസ്, ദെൻ ടോ എന്ന് പറയുന്നത് അലോബൽ ഷിയർ സ്ട്രെസ്. ഈ L1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മുടെ ഡാറ്റ ബുക്കിലുണ്ട്. 6.2 F ആണ് ഇക്വേഷൻ, പേജ് നമ്പർ 90. അതുപോലെ L2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പേജ് നമ്പർ 90 ഇക്വേഷൻ നമ്പർ 6.2 G ആണ്, ഈ ഇക്വേഷനാണ്. അതുപോലെ സിഗ്മ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ, ഡബിൾ പാരലൽ ഫില്ലറ്റ് വെൽഡിന്റെ P ഡിവൈഡ് ബൈ 2 × AT. AT എന്ന് പറയുന്നത് ത്രോട്ട് ഏരിയ. P ഡിവൈഡ് ബൈ 2 × HT × L. ഓക്കെ, HT എന്ന് പറയുന്നത് HT = 0.707 P ആണ് HT എന്ന് പറയുന്നത്. HT എന്ന് പറയുന്നത് 0.0, HT = 0.707 H. അപ്പം നമ്മൾ HTനെ ഇൻ ടേംസ് ഓഫ് H ആക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 0.707 PB ഡിവൈഡ് ബൈ HL. അപ്പോൾ ആ ഇക്വേഷൻ എപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാണ്. HT അതായത് ത്രോട്ടിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് HT = 0.707 H. H എന്ന് പറയുന്നത് സൈസ് ഓഫ് വെൽഡ്. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടതാണ്. ഇനിയും ആവശ്യം വരും ആ ഇക്വേഷൻ. പിന്നെ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. 125 × 100 × 10, അതായത് ആംഗിൾ സെക്ഷൻ ആണ് ഇവിടെ വെൽഡ് ചെയ്തേക്കുന്നത്. ആംഗിൾ സെക്ഷൻ്റെ ഒക്കെ ഡയമെൻഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് 125 എന്ന് പറയുന്നത് ഈ ലെങ്ത് 125, പിന്നെ 100, ഇതാണ് 100, ഇത് 125, പിന്നെ ഈ തിക്നെസ് ആണ് 10 mm. ആ തിക്നെസ് എന്ന് പറയുന്നതായിരിക്കും വെൽഡ് സൈസ് എന്ന് പറയുന്നത് H. Unequal angle section is to be welded to a steel plate of fillet weld along the edges of the 125 mm leg, as shown in figure. The angle is subjected to a tensile load of 100 kN passing through the center of gravity of the angle. Determine weld length if the size of the weld is 8 mm. വെൽഡ് സൈസ് ഇവിടെ തന്നിട്ടുണ്ട്, 8 mm എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ H എന്ന് പറയുന്നത് ഇവിടെ 8 mm ആണ്. അപ്പോൾ അത് നോക്കിയെടുക്കുക. H എന്ന് പറയുന്നത് 8 mm ആണ്, സൈസ് തന്നിട്ടുണ്ട്. ആൻഡ് അലോബൽ ഷിയർ സ്ട്രെസ് ഇൻ ദ വെൽഡ് ഈസ് 102 MPa. ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ mm. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് P തന്നിട്ടുണ്ട് 100 kN, H 8 mm ആണ്, ഷിയർ സ്ട്രെസ് 102 MPa. E1 എന്ന് പറയുന്നത് 38.8, അതവിടെ തന്നിട്ടുണ്ട്. E1 ഇത് 38.8, E2 എന്ന് പറയുന്നത് 86.2.
B is equal to E1 plus E2 ആണ്. It is equal to 125 mm. അപ്പോൾ ലെങ്ത് ഓഫ് ടോപ്പ് വെൽഡ് എൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങളുടെ ഡാറ്റ ബുക്കിലുണ്ട്. 1.414 P ഇൻറ്റു E2 ഡിവൈഡ് ബൈ സിഗ്മ ഇൻറ്റു H ഇൻറ്റു B. അപ്പോൾ ഇവിടെ ഫോർ ലാപ്പ് വെൽഡ് റീപ്ലേസ് സിഗ്മ ബൈ ടോ. അപ്പോൾ ലാപ്പ് വെൽഡാണ്. ലാപ്പ് വെൽഡിൻ്റെ കേസിൽ ലാപ്പ് ജോയിൻറ്റിൽ എപ്പോഴും ഷിയർ ആണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാപ്പ് ജോയിൻറ്റ് ഫില്ലറ്റ് വെൽഡ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഫില്ലറ്റ് വെൽഡ് ഉണ്ട്. ഒന്ന് ട്രാൻസ്വേഴ്സ് ഉണ്ട്, പിന്നെ പാരലൽ ഉണ്ട്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് പാരലൽ ഫില്ലറ്റ് ആണ്. ട്രാൻസ്വേഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ട്രാൻസ്വേഴ്സിൻ്റെ കേസിലാണെങ്കിൽ ടെൻസൈൽ ലോഡാണ് വരുന്നത്. ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും വരുന്നത്, സിഗ്മ ആയിരിക്കും വരുന്നത്. ഈ കേസിലാണെങ്കിൽ ഷിയർ ആണ്. അപ്പോൾ അത് എപ്പോഴും ഓർത്ത് വയ്ക്കണം. ഫില്ലറ്റ് വെൽഡിൽ ഷിയർ ആണ്. അപ്പോൾ നമ്മൾ സിഗ്മ മാറ്റി അവിടെ ടോ ആക്കണം. അപ്പോൾ ആ ഇക്വേഷൻ ഒന്നുകൂടി എഴുതിയിട്ടുണ്ട്. 1.414 P ഇൻറ്റു E2 ഡിവൈഡ് ബൈ ടോ ഇൻറ്റു HP. പിന്നെ ഇതിപ്പോൾ എല്ലാ ടേംസും അറിയാവുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലെങ്ത് ഓഫ് വെൽഡ് 119.5 mm. ഇനി L2 സെക്കൻഡ് വെൽഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ. അപ്പോൾ അവിടെ കൂടി വ്യത്യാസം വരുന്നത് വെച്ചാൽ E1 മാറ്റി E2 ആക്കാം. അല്ല, E2 മാറ്റി E1 ആക്കണം. L1 വരുമ്പോൾ E2, L2 വരുമ്പോൾ E1 ആണ്. അപ്പോൾ 53.78 mm ആണ്. ഈ രണ്ട് വെൽഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ മുമ്പൊക്കെ ചെയ്ത പോലെ തന്നെ 10 mm ആഡ് ചെയ്യുക. സ്റ്റാർട്ടിങ് ആൻഡ് സ്റ്റോപ്പിംഗ് വെൽഡ് റൺ, അതായത് ബീഡ്. അപ്പോൾ L1 എന്ന് പറയുന്നത് 129.5 mm, അതായത് അപ്രോക്സിമേറ്റ്ലി 130 mm. L2 എന്ന് പറയുന്നത് 53.78 പ്ലസ് 10, അതായത് 63.78 mm ഓർ 64 mm റൗണ്ട് ഓഫ് ചെയ്ത്. ഹലോ, അടുത്തത് നമുക്ക് കുറച്ച് സ്പെഷ്യൽ കേസസ് ഓഫ് ഫില്ലറ്റ് വെൽഡ് നോക്കാം. ഇവിടെ കുറച്ച് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെയുള്ള കുറച്ച് ഫിഗറുകൾ പല ടൈപ്പ് വെൽഡിങ്ങിലും പല ടൈപ്പ് ഫില്ലറ്റ് വെൽഡിങ് വരുന്നതിൻ്റെ ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 90 to 93 രണ്ട് പേജിലായിട്ടാണ് ആ ഫിഗേഴ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ്, ഇതൊക്കെ ചെറിയ പ്രോബ്ലംസ് ആണ്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ആണ്. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഇല്ല. ഫിഗറൊക്കെ തന്നിട്ടുള്ള ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്നാലും ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ആവാം. ഇത് ചെയ്ത എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് വലിയ പ്രോബ്ലത്തിലേക്ക് പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. എ 60 mm ഡയാമീറ്റർ ഷാഫ്റ്റ് ആണ്. അതിൻ്റെ 60 mm ഡയാമീറ്റർ ഉണ്ട്. ഇറ്റ് ഇസ് വെൽഡഡ് ടു എ ഫ്ലാറ്റ് പ്ലേറ്റ്. ഇതാണ് ഷാഫ്റ്റ്. അത് ഒരു ഫ്ലാറ്റ് പ്ലേറ്റിലേക്ക് വെൽഡ് ചെയ്തിരിക്കുകയാണ്. ബൈ 12 mm ഫില്ലറ്റ് വെൽഡ്. 12 mm ഫില്ലറ്റ് വെൽഡ്, അതായത് വെൽഡ് സൈസ് ആണ് തന്നിരിക്കുന്നത് 12 mm. ആസ് ഷോൺ ഇൻ ഫിഗർ. ഫൈൻഡ് the maximum torque the joint can sustain if the maximum shear stress is not to exceed 75 MPa. അപ്പോൾ ഇവിടെ ഈ ടോർക്ക് കൊടുത്തേക്കാണ് ഈ ഷാഫ്റ്റിലേക്ക്. അപ്പോൾ മാക്സിമം ടോർക്ക് എത്ര കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫില്ലറ്റ് വെൽഡ് ആയതുകൊണ്ട് ഇവിടെ വരുന്ന സ്ട്രെസ് ഷിയർ സ്ട്രെസ് ആയിരിക്കും. അപ്പോൾ തന്നിരിക്കുന്നത് ഡയാമീറ്റർ 60 H, അതായത് സൈസ് ഓഫ് വെൽഡ് 12 mm, ഷിയർ സ്ട്രെസ് 75 MPa. നൗ കമ്പയർ ദ ഗിവൺ ഫിഗർ. അപ്പോൾ ഇതേപോലത്തെ ഇതേ സെയിം ടൈപ്പ് ഒരു ഫിഗർ നിങ്ങളുടെ ഡാറ്റ ബുക്കിൽ ഉണ്ടാവും. അത് ഏത് ഫിഗറാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. കുറേ ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിഗറിന് നമ്പർ ഒന്നുമില്ല. അതായത് കുറേ അതായത് ഒരു റോയിൽ തന്നെ 3 ഫിഗർ, അങ്ങനെ കുറേ ഫിഗറുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് ഓരോ ചെറിയ കള്ളികൾ തിരിച്ചിട്ടാണ് ഫിഗർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫിഗർ നമ്പർ ഇല്ല. അപ്പോൾ എത്രാമത്തെ റോയാണ് എത്രാമത്തെ കോളാണെന്നുള്ള നമ്പറാണ് ഇവിടെ പറയുക. അപ്പോൾ കമ്പയർ ദ ഗിവൺ ഫിഗർ വിത്ത് ഫിഗർ ഓഫ് തേർഡ് റോ. അപ്പോൾ മൂന്നാമത്തെ റോയിൽ സെക്കൻഡ് കോളം. അപ്പം തേർഡ് റോ സെക്കൻഡ് കോളത്തിൽ വരുന്ന ഫിഗറാണ്. ടേബിൾ 6.1 ആണ്, പേജ് നമ്പർ 93. അപ്പോൾ ആ ഫിഗർ എന്ന് പറയുന്നത് എക്സാക്റ്റ് ഈ ടൈപ്പ് ഫിഗർ ആയിരിക്കും. അതായത് ഒരു വെർട്ടിക്കൽ വാളിൽ പെർപെൻഡിക്കുലർ ആയിട്ടൊരു സിലിണ്ടറിക്കൽ ഷാഫ്റ്റ് വെൽഡ് ചെയ്തിരിക്കുന്നതായിരിക്കും. ഇതേ ഫിഗർ തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ടാവും, ടോയുടെ ഇക്വേഷൻ. അപ്പോൾ 2.83 T പൈ HD². അപ്പോൾ ടോ അറിയാം, 75 ആണ്. ടോർക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പൈ H തന്നിട്ടുണ്ട്, സൈസ് ഓഫ് വെൽഡ്, ഡയാമീറ്റർ 16. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ടോർക്ക് എത്രയും കിട്ടും.
ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഈ ടൈപ്പ് ഓഫ് ഫിഗർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന് താഴെ തന്നെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് വെച്ച് ചെയ്യണം. അടുത്തത് എ സർക്കുലർ സ്റ്റീൽ റോഡ് ഓഫ് 50 mm dia and 200 mm long is welded perpendicularly to a steel plate to form a cantilever to be loaded with a moment of 1 kilonewton meter. അപ്പോൾ ഇവിടെ മൊമെൻ്റ് ആണ്, ബെൻഡിങ് മൊമെൻ്റ് ആണ് വരുന്നത്. ഡിറ്റർമിൻ ദ സൈസ് ഓഫ് ദ വെൽഡ് അസ്യൂമിങ് അലോവബിൾ സ്ട്രെസ് ആസ് 100 MPa ഇൻ ദ വെൽഡ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡാറ്റ ഒക്കെ എടുത്ത് എഴുതാം. അപ്പോൾ ലെങ്ത് ഓഫ് വെൽഡ്, അപ്പോൾ നമുക്ക് നമ്മളിവിടെ എൽ എന്നുള്ളത് സാധാരണ ലെങ്ത് ഓഫ് വെൽഡ് ആണ് കൊടുക്കാറ്. പക്ഷേ നിങ്ങൾ ഈ ഫിഗർ, ഈ തന്നിരിക്കുന്ന ഡാറ്റ ഇതിനകത്ത് സർക്കുലർ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കേസിനകത്ത് ഒരു വെർട്ടിക്കൽ ടോർക്കായിരുന്നു, സർക്കുലർ ഷാഫ്റ്റ് വെൽഡ് ചെയ്തിട്ട് ഇവിടെ ടോർക്കായിരുന്നു. ഇവിടെ ബെൻഡിങ് മൊമെന്റ് വരുന്ന കേസ് ഉണ്ട്. അത് ഏത് ഫിഗറാണെന്ന് നിങ്ങൾ നോക്കുക. അതായത് ടേബിൾ 6.1 പേജ് നമ്പർ 93 പോയിട്ട് നോക്കുക. കമ്പയർ ദ ഗിവൺ ഫിഗർ വിത്ത് ടേബിൾ 6.1 തേർഡ് റോ ഫസ്റ്റ് കോളം. തേർഡ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ വരുന്ന ഫിഗർ ഈ സെയിം ഫിഗർ ആയിരിക്കും ബെൻഡിങ് മൊമെന്റ് വരുന്നത്. അപ്പോൾ അതിനകത്ത് എൽ എന്ന് പറയുന്നത് ഇതാണ്. അത് ഇവിടെ 200 mm തന്നിട്ടുണ്ട്. സിഗ്മ 100 MPa തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് തന്നിരിക്കുന്ന ഇക്വേഷൻ സിഗ്മയുടെ ഇക്വേഷൻ. അപ്പോൾ സിഗ്മ = 5.66 m / πhd² ആണ്. അപ്പോൾ ഈ സിഗ്മ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബെൻഡിങ് സ്ട്രെസ് ആണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് h കണ്ടുപിടിക്കുക. എം ഇവിടെ തന്നിട്ടുണ്ട്. എം എത്രയാണ് തന്നിട്ടുണ്ട്? 1 kN തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ന്യൂട്ടൺ മില്ലിമീറ്റർ ആക്കിയാൽ മതി. അപ്പോൾ h അതിന് കിട്ടും. സൈസ് ഓഫ് വെൽഡ് 7.21 mm കിട്ടും. നെക്സ്റ്റ് ഒരു ടി ജോയിന്റിന്റെ പ്രോബ്ലം ആണ്. ടി ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. 2 പ്ലേറ്റ്സ് ടി ഷേപ്പിൽ വെച്ചിട്ട് ജോയിന്റ് കൊടുക്കുക, അതുള്ളൂ ടി ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എ ടി ജോയിന്റ് വിത്ത് ട്രാൻസ്വേഴ്സ് ഫില്ലറ്റ് വെൽഡ്. ട്രാൻസ്വേഴ്സ് ഫില്ലറ്റ് ആണ്, നോക്കിയോ. ട്രാൻസ്വേഴ്സ് ഫില്ലറ്റ് അതായത് ലോഡ് ഇങ്ങനെ കൊടുക്കുക, ലോഡിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. A T-joint with a transverse fillet weld subjected to eccentric load shown in figure. Find the bending stress, shear stress and the resultant stress using the following data. So load P 100 kN, distance A is equal to 100 mm, B is equal to 25 mm, H 10 mm, L 500 mm. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ എ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇതാണ്. നിങ്ങളുടെ ഡാറ്റ ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഡാറ്റ ബുക്കിൽ ഈ ടൈപ്പ് ഫിഗർ എടുക്കുക. അപ്പോൾ കമ്പയർ ദ ഗിവൺ ഫിഗർ വിത്ത് ദ ഫിഗർ ഗിവൺ ഇൻ ടേബിൾ 6.1 പേജ് നമ്പർ 93. ടേബിൾ 6.1 എന്ന് പറഞ്ഞാൽ 2 പേജിലായിട്ട് എടുക്കുന്നത്. അതിൽ 92 93 എടുക്കുന്നത്. 93 പേജിൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളം, അത് ഫസ്റ്റ് ഫിഗർ. അതാണ് ആ സെയിം ടൈപ്പ് ഫിഗറാണ് ഇത്. അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്നത് ബി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അപ്പോൾ അതിൽ തന്നിരിക്കുന്ന ഡാറ്റ അതേപോലെ തന്നെ എടുക്കണം. ബി എന്ന് പറയുന്നത് എ വിഡ്ത്താണ്, അപ്പോൾ 25 mm. എ എന്ന് പറയുന്നത് 100 mm. അതായത് ലോഡ് ഇവിടെ ഈ പ്ലേറ്റിൽ തൊട്ട് വെർട്ടിക്കൽ പ്ലേറ്റ് തൊട്ട് ലോഡ് ലൈൻ ഓഫ് ലോഡ് വരെ ഉള്ള ഡിസ്റ്റൻസ് ആണ് എ 100 mm. എൽ എന്ന് പറയുന്നത് എന്താണ്? എൽ 500 mm. എല്ലോടെ മാർക്ക് ചെയ്തിട്ടില്ല, അത് നമുക്ക് നോക്കാം എന്താണ് എൽ എന്നുള്ളത്. ഇവിടെ ഇക്വേഷനിൽ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ടോ എം ഈസ് ഈക്വൽ ടു 0.707 P/HL. അതിനകത്ത് പി അറിയാം, എച്ച് തന്നിട്ടുണ്ട് 500, എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഷിയർ സ്ട്രെസ് കിട്ടും. സിഗ്മ മാക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആ ഡാറ്റ ബുക്കിലുണ്ട്. ആ ഇക്വേഷനിൽ അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എല്ലാ ടേംസും അവിടെ തന്നിട്ടുള്ളതാണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി റിസൾട്ടൻ്റ് സ്ട്രെസ് കണ്ടുപിടിക്കാനായിട്ട് ടോ എം സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ ചെയ്താൽ റിസൾട്ടൻ്റ് സ്ട്രെസ് കിട്ടും.